ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എന്നെ ബസ് കയറ്റാൻ വേണ്ടി വരുന്നത് എൻ്റെ അമ്മയും ആൻറ്റിയും ആട്ടോ. ഞങ്ങൾ KSRTC ബസ് സ്റ്റോപ്പിലേക്കാട്ടോ പോകുന്നത്. കാരണം പ്രൈവറ്റ് ബസ് എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ അതിനോട് എനിക്ക് പ്രൈവറ്റ് ബസ് പറ്റൂല. ഉണ്ടല്ലേ 2 മണീൻ്റെ ബസ്സിന് ഞാൻ 1:45 1:35 വന്നിരുന്നു. അപ്പം അന്നാണെങ്കിൽ ആ ബസ്സില്ല. അപ്പം ഞാൻ എന്താക്കി, തൽക്കാലം ഇനി പ്രൈവറ്റ് ബസ്സേ ഒരു ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ 4:45 ഒരാടിരിക്കാൻ എനിക്ക് ഭ്രാന്തില്ലല്ലോ. പ്രൈവറ്റ് ബസ് ചെന്നപ്പോഴാണെങ്കിൽ അവിടെ അന്ന് നിലമ്പൂരിലേക്ക് ബസ്സും ഇല്ല. ഒന്നാമത് അന്ന് വെയിലത്തൊക്കെ കൊണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു, എനിക്ക് ഒരു ലൈം ജ്യൂസെങ്കിലും വാങ്ങിക്കൊണ്ടല്ലേ, ഞാൻ ബസ്സിലിരുന്ന് ഛർദ്ദിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ലൈം കുടിച്ചിട്ട് ഞാൻ മഞ്ചേരിയിലേക്കുള്ള ബസ്സിലാട്ടോ കയറിയത്. ആൻറ്റിയും അമ്മയും അവിടുന്ന് എപ്പോഴും ടാറ്റ തരുമ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു ചങ്ക് ഇങ്ങനെ പൊട്ടും. അതൊരു ഫീലിംഗ് ആണ്. ഞാൻ എപ്പോഴൊക്കെ എവിടെ പോവുകയാണെങ്കിലും ഇങ്ങനെ കേട്ടോ, എനിക്ക് വീട്ടിൽ നിന്ന് ആര് ടാറ്റ എന്നുണ്ടെങ്കിലും ഞാൻ കിടന്ന് കരഞ്ഞു. പക്ഷേ ബസ്സിൽ നിന്ന് അങ്ങനെ കിടന്ന് കരയാൻ പറ്റില്ലല്ലോ, ആൾക്കാരെന്താ വിചാരിക്കുക, നാണം കിട്ടൂലേ. പിന്നെ കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സങ്കടമൊക്കെ മാറിട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ആൻറ്റി, ഓരെനിക്ക് എവിടെ കണ്ട് നല്ല പരിചയമുണ്ട്. അപ്പം ആരാ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അമ്മല്ലേ, ഓരെന്നെ വിശേഷത്തിലും ഉണ്ട്. വിശേഷത്തിൽ ആ ഏട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ ഓരേനു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്ന്. അത് കഴിഞ്ഞപ്പം ഓരോരോ സ്ഥലം വന്നപ്പം പോയിട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് കിടന്നുറങ്ങി. അപ്പോഴാണ് മഞ്ചേരി എത്തിയെന്ന് പറഞ്ഞത്. അങ്ങനെ മഞ്ചേരി ഇറങ്ങി നിലമ്പൂരിലേക്കുള്ള ബസ് കയറിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നാമത് നല്ല വെയിലും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പ്രൈവറ്റ് ബസ്സിൽ വന്നിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ മറിച്ചിട്ടും തലവേദന എടുത്തിട്ടൊന്നും വയ്യേനു കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം കണ്ണ് പൂട്ടിയിരുന്ന് കുറച്ച് നേരം ഉറങ്ങി. എന്നിട്ടൊന്നും നേരം പോകുന്നില്ല, എവിടെയും എത്തുന്നില്ല. പിന്നെയും ഞാൻ കിടന്നുറങ്ങി. ഒന്ന് മെല്ലെ വളവ് തിരിഞ്ഞപ്പോൾ ഞാൻ എണീറ്റിട്ടു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ ഒരു സ്ഥലം എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വിചാരം നിലമ്പൂരിലേക്ക് ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ വിചാരിച്ചിട്ട് ഞാൻ എന്താക്കും ഉറങ്ങൂല കേട്ടോ. അപ്പോൾ സത്യാവസ്ഥ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കൂടി ഉണ്ട് നിലമ്പൂരിലേക്ക് എത്താൻ. അപ്പോൾ ഞാൻ എന്താ ഈ സ്ഥലത്ത് തന്നെ ഉറങ്ങൂല പറഞ്ഞല്ലോ. പിന്നെ ഞാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. ഇപ്പത്തൊന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയിലൂടെ ആണെങ്കിൽ ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, എത്താനായോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിയെന്നൊക്കെ. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, ഈ ഒരു സ്ഥലം എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ചോ, ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാമെന്ന്. ഞാനാണെങ്കിലോ അതാണെങ്കിൽ വിളിക്കാനും മറന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കഴിഞ്ഞിട്ടും കുറേ ദൂരം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അതിനുണ്ട്. പിന്നെ ഞാൻ ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ ഉണ്ട് ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ഓടി ചെന്ന് എൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടോ. ഞാൻ കുറേ ആയിട്ട് പറഞ്ഞൊരു സ്ലിംഗ് ബാഗ് ആയിരുന്നു എനിക്ക് വാങ്ങിത്തരണമെന്ന്. അപ്പോൾ ഏട്ടൻ ഈ വരുത്തിന് എനിക്ക് എന്തായാലും വാങ്ങി തന്നിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാറ് കയറിയിട്ട് ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോയി. ഇവിടെ അടുത്തുള്ളൊരു ചായ്വാല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ആണ് തോന്നുന്നു, അങ്ങനെ വിളിക്കാം. അവിടുന്ന് ക്രാബിൻ്റെ എന്തൊരു ഫ്രൈഡും, പിന്നെ ഞാൻ അങ്ങനെ അത് കഴിക്കാത്തതും കൊണ്ട് ചിക്കൻ്റെ നഗറ്റ്സും ആയിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പിക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് അവിടെ ഏട്ടൻ്റെ വീട്ടിൽ പോയേ. പിന്നെ ഇതാണ് അവിടുത്തെ പൂച്ചക്കുട്ടി, ഇതിൻ്റെ പേരാണ് ഓറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.